ബിഗ് ബോസ് മലയാളം സീസൺ 6 വരുന്നതിന് മുന്നേ നമ്മുടെ ജാസ്മിൻ ജാഫർ കമ്മിറ്റഡ് ആണ്, അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ അതിനുശേഷമാണ് ബിഗ് ബോസിലേക്ക് വന്നിട്ട് ജാസ്മിനും ഗബ്രിയും ഒരു പ്രണയബന്ധം എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സൗഹൃദം എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിന്നീട് ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കലായി, ഉമ്മ വയ്ക്കലായി, പിന്നീട് എല്ലാവരും പ്രണയം എന്നുള്ള രീതിയിൽ വരത്തി തീർത്തു. ആ ഒരു സമയത്ത് ജാസ്മിന്റെ ഫാദറിന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. അതിൽ പറയുന്നത് എന്താണ്, ജാസ്മിൻ ജാഫറായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പയ്യൻ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ കണ്ടു, പക്ഷെ അവന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. ദെൻ അതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞു താൻ കമ്മിറ്റഡ് ആണ് അഫ്സൽ എന്നൊരു വ്യക്തിയായിട്ട്. അഫ്സൽ എന്ന് പറയുന്നതും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അഫ്സലായിട്ട് മാരേജ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. അതിന് പകരം എന്താണ് ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞത്, കല്യാണമൊന്നും ഉറപ്പിച്ചിട്ടില്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നു, ബിഗ് ബോസിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ജാസ്മിൻ ജാഫറിന്റെ ഫാദറൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ചെറിയ രീതിയിൽ എന്താണ്, വലിയ ആളുകളെ ഒന്നും അറിയിക്കാതെ ഒരു ചെറിയ എൻഗേജ്മെന്റ് നടത്തിയിരുന്നു. കാരണം ഇത് ജാസ്മിൻ സെക്കൻഡ് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അഫ്സലും ജാസ്മിനും തമ്മിലുള്ള എൻഗേജ്മെന്റ് ആരെയും അറിയിക്കാതെ ചെറിയ തോതിൽ നടത്തിയിരുന്നു. അതിനുശേഷം ജൂലൈ മാസത്തിൽ കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ ചെറിയ തോതിൽ തീരുമാനിച്ചും വെച്ചു എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിന്റെ ഫാദർ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ജാസ്മിൻ പറഞ്ഞത് എന്താണ്, കമ്മിറ്റഡ് ആണ്, എന്നാലും കല്യാണത്തെ പറ്റി ആലോചിക്കണമെങ്കിൽ ബിഗ് ബോസിന് ശേഷം മാത്രമേ എന്നാണ് ജാസ്മിൻ ബിഗ് ബോസിൽ പറയുണ്ടായത്. ഇപ്പൊ ബിഗ് ബോസ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അഫ്സലിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഹിന്ദി സീസണുകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഇപ്പോൾ കാമുകന്മാരായിട്ടിരുന്ന വ്യക്തികൾ ബിഗ് ബോസിൽ വന്ന് വേറെ ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാണാണ് ഒരു ബന്ധം ഉണ്ടാക്കുന്നതെങ്കിൽ പുള്ളിയുടെ കാമുകിയെ നേരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കുന്നതെങ്കിൽ പുള്ളിക്കാരത്തി പ്രേമിച്ചിരുന്ന ആ ഒരു പയ്യനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുന്ന രീതി നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോ ഹിന്ദി ബിഗ് ബോസ് അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാണ്. 4 ബെഡ്റൂമുകളും അതുപോലെ തന്നെ ടാസ്കുകളൊക്കെ ഹിന്ദി ബിഗ് ബോസിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ മലയാളത്തിൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഫ്സല് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗെയിം പോണ വഴി എങ്ങനെയായിരിക്കും എന്ന്. ഗബ്രിയും ജാസ്മിനും ഇരുന്ന് വെള്ളം കുടിച്ചു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഫ്സലങ്ങ വന്നാൽ. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ച സമയത്ത് അഫ്സൽ ബിഗ് ബോസ് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വരാനായിട്ട് 100% പുള്ളിക്കാരൻ ഓക്കെയാണ്. ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അഫ്സൽ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്സലെങ്ങാൻ വന്ന ജാസ്മിന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ജാസ്മിനും ഗബ്രിയുടെ മോറ് മാറാൻ പോണ മാറ്റം, വൈൽഡ് കാർഡ് എൻട്രിയുടെ രൂപത്തിൽ അഫ്സലിനെ ബിഗ് ബോസ് കൊണ്ടുവന്ന് അഫ്സൽ ആ ഗേറ്റ് തുറന്ന് വരുന്നത് കണ്ട ജാസ്മിന്റെ മോറ് മാറുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അമ്മാതിരി സീനായിരിക്കും അത്, സൂപ്പർ ആയിരിക്കുള്ളൂ. വന്നു കഴിഞ്ഞാൽ കിളിക്കും എന്ന് വെച്ചാൽ അന്നത്തെ റേറ്റിംഗ് ചാർട്ടുകളൊക്കെ വെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആയിരിക്കും ഉള്ളത്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അഫ്സലിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമുണ്ട്. അഫ്സലിന് 100% ഓക്കെയാണ് പുള്ളിക്കാരൻ. ഞാൻ വരണമെന്ന് നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അഫ്സൽ. ബിഗ് ബോസ് വിളിച്ചാൽ മാത്രം മതി. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. മിക്കവാറും വൈൽഡ് കാർഡ് എൻട്രികൾ ഒന്നിലധികം പേര് തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഓരോരുത്തർ വീതം അകത്തേക്ക് കയറും, അല്ലെങ്കിൽ 1-2 പേര് ഒന്നിച്ച് അകത്തേക്ക് കയറും. അപ്പോൾ എന്തായാലും 4 പേര് മിനിമം ഉണ്ടാകും വൈൽഡ് കാർഡ് എൻട്രികളായിട്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ റോക്കി വിടവാങ്ങി, അതോടൊപ്പം തന്നെ 3 എവിക്ഷൻ ഫസ്റ്റും സെക്കൻഡും വീക്കുകളിലായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പേര് തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരാളായിട്ട് അഫ്സൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഗെയിം മാറാൻ പോകുന്ന മാറ്റം. ഗബ്രിയും ജാസ്മിനും ഇരുന്ന് വെള്ളം കുടിച്ചു പോകും, ഉറപ്പുള്ള കേസാണ്. അപ്പോൾ ബിഗ് ബോസ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗെയിമുകൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് ജാസ്മിൻ പറഞ്ഞ ഒരുപാടധികം കള്ളങ്ങളെ പൊട്ടിച്ചെറിയാൻ പറ്റും. ജാസ്മിന്റെ ഫസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പിന്നീട് ജാസ്മിന്റെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ കാരണം അത് ഡ്രോപ്പ് ഔട്ട് ആയി പോയി. അതോടൊപ്പം തന്നെ സെക്കൻഡ് എൻഗേജ്മെന്റ്, നമ്മുടെ അഫ്സലായിട്ടുള്ള എൻഗേജ്മെന്റ് ചെറിയ രീതിയിൽ ആരെയും അറിയിക്കാതെ നടത്തി എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ജൂലൈ മാസത്തിൽ കല്യാണം എന്നുള്ള രീതിയിൽ ഏകദേശം ഉറപ്പിച്ച് വെച്ച ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു റിലേഷനാണ് ഇവരുടേത്. ആ അത്രയും ഇതായൊരു ബന്ധമാണ്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് കമ്മിറ്റഡ് ആണ്, എന്നാലും കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ഗബ്രി ആയിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കളയാ, ഗബ്രിനെ എടുക്കുക. ഇവിടെ നിന്ന് എങ്ങനെ 50 ലക്ഷം ഒക്കെ കിട്ടിക്കഴിഞ്ഞാലാ, ഞാൻ ഫെയിമായി പോയാലാ, പിന്നെ എന്തിനാണ് അഫ്സലിനെ തൂങ്ങിപ്പിടിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ പുള്ളിയുടെ മൈൻഡിൽ ഇരുന്ന് ഇങ്ങനെ തിങ്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ചുളുവിൽ ഗബ്രിനെ കിട്ടിക്കഴിഞ്ഞാൽ ഗബ്രിനെയും കൊണ്ട് പോവുകയും ചെയ്യുക,
ഗബ്രി ജാസ്മിൻ ബന്ധം അങ്ങനെ അങ്ങോട്ട് ഉയർന്ന് പന്തലിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ പേളിയും ശ്രീനേഷൊക്കെ ഇപ്പൊ നിൽക്കുന്ന ഒരു എന്താണ് സ്ഥാനമുണ്ടല്ലോ, അവരെയൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. നമ്മുടെ പേളിക്കും ശ്രീനേഷിന്റെ ഒക്കെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണാനായിട്ട് എന്തോരം വ്യൂവേഴ്സ് ആണ്. അവരുടെ ഫാമിലിനെ മൊത്തം ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധികം പേരുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ജാസ്മിൻ ഗബ്രിനെ വെച്ച് ഈ കളി കളിക്കുന്നതെങ്കിൽ അഫ്സൽ കയറി വന്നാൽ ആ കളിയൊക്കെ പൊളിയും. ആ കളി പൊളിക്കാനായിട്ട് ബിഗ് ബോസ് മാറ്റിപ്പിടിക്കൽ എന്നുള്ള പരിപാടി ഈ കാര്യത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കളക്ഷൻ റെക്കോർഡായിരിക്കും അത് ബിഗ് ബോസിന്റെ റേറ്റിംഗിൽ തന്നെ. അപ്പോൾ ആ അഫ്സൽ വരട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അഫ്സലിന് വരാൻ 100% ഓക്കെയാണ്. നമ്മൾ അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ചറിഞ്ഞ കാര്യം തന്നെയാണ്. അഫ്സൽ 100% റെഡിയാണ് ബിഗ് ബോസിലേക്ക് വരാനായിട്ട്. ബിഗ് ബോസിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അഫ്സൽ. ഈ ഒരു ഇഷ്യൂ കാരണമല്ല, അതിനു മുന്നേ തന്നെ അഫ്സൽ വിളിച്ചു കഴിഞ്ഞാൽ പോകും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരു ബിഗ് ബോസ് ഫാനാണ് പുള്ളിക്കാരൻ. അപ്പോൾ ജാസ്മിന് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി കൂടിയാണ് അഫ്സൽ. അപ്പോൾ തീർച്ചയായിട്ടും അഫ്സലിന്റെ ഒരു എൻട്രി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അഫ്സലിനെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്